السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون، نزلا من غفور رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തുനിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, 1-2 ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധമായ റമദാൻ വന്ന സന്തോഷത്തിലായിരുന്നു. ഇപ്പോൾ ഇതാ പരിശുദ്ധമായ റമദാൻ നമ്മളിന്ന് യാത്ര പറയുകയാണ്. ഇനി നമുക്കാർക്കും അറിയില്ല ജീവിതത്തിൽ ഒരു റമദാനിനെ വീണ്ടും കണ്ടുമുട്ടാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് അറിയുകയുമില്ല. നോമ്പിൻ്റെ പേരിൽ ഈ മാസത്തിൽ നമ്മൾ അള്ളാഹുവിന് വേണ്ടി നോമ്പെടുത്തതിൻ്റെ പേരിൽ വിശപ്പും ദാഹവും ചൂടുമെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും സത്യത്തിൽ റമദാൻ വളരെ ആനന്ദവും രസവുമുള്ള സമയങ്ങളായിരുന്നു. അതിൻ്റെ രാത്രിയും പകലുമെല്ലാം ഒരു മുഅ്മിന് പ്രത്യേകമായ ആനന്ദവും രസവും ലഭിച്ച സമയമാണ്. അതുകൊണ്ട് ഒരു മുഅ്മിൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന, വിഷമിക്കുന്ന സമയമാണ് ഈ പരിശുദ്ധ മാസം തന്നെ വിട പറയുന്ന സമയം. കാരണം അവനെ സംബന്ധിച്ച് ആഖിറത്തിന് വേണ്ടി സമ്പാദിക്കാനുള്ള ഒരു സീസണായിരുന്നു ഈ മാസം. അള്ളാഹുവിൽ നിന്ന് തൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സമയവും അവസരവുമായിരുന്നു. ഇനി കുറഞ്ഞ ദിവസങ്ങളാണ് മുന്നിൽ ബാക്കിയുള്ളത്. പക്ഷേ ഏറ്റവും വിലപ്പെട്ടതാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം എഴുതുന്നുണ്ട്, ഒരു ഓട്ട മത്സരത്തിൽ കുതിര തൻ്റെ മുഴുവൻ ശക്തിയും എടുത്ത് മുന്നോട്ട് ഓടുന്ന സമയം അതിൻ്റെ അവസാന പോയിന്റിലേക്ക് എത്തുമ്പോഴാണ്. ഇതുപോലെ നമ്മൾ പരിശുദ്ധമായ റമദാനിൽ ഇതുവരെ എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തിയോ അതിനേക്കാളെല്ലാം ഉപരിയായി വളരെ ഉന്മേഷത്തോടെ ഇനിയാണ് സത്യത്തിൽ നമ്മൾ പരിശ്രമിക്കേണ്ടത്. കാരണം ദീനിൽ എല്ലാ കാര്യങ്ങളുടെയും പര്യവസാനമാണ് പരിഗണിക്കപ്പെടുക.
രാത്രി ശ്രേഷ്ഠമായ സമയം ഏതാണെന്ന് ചോദിച്ചാൽ രാത്രിയുടെ അവസാനമാണ്. ജുമാ ദിവസത്തിൽ നബി തങ്ങൾ പറഞ്ഞു ദുആ സ്വീകരിക്കുന്ന സമയമുണ്ട്. അത് ഏതാണെന്ന വിഷയത്തിൽ പ്രബലമായ അഭിപ്രായം ജുമാ ദിവസത്തിൻ്റെ അസർ മുതൽ മഗ്രിബ് വരെയുള്ള അഥവാ ദിവസത്തിൻ്റെ അവസാന സമയമാണ്. അറഫ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ്. അറഫയിൽ നിൽക്കുന്ന ഒരു ഹാജിയുടെ ദുആക്ക് ഏറ്റവും സ്വീകാര്യത ലഭിക്കുന്ന സമയം മഗ്രിബിനോട് ഏറ്റവും അടുക്കുന്ന സമയമാണ്, അഥവാ അറഫയുടെ ദിവസത്തിൻ്റെ അവസാനത്തിലാണ്. ഇതുപോലെ വിശുദ്ധമായ റമദാൻ അതിൻ്റെ ഏറ്റവും പവിത്രമായ പുണ്യമായ സമയങ്ങൾ ഇനി ബാക്കിയുള്ള കുറഞ്ഞ മണിക്കൂറുകളാണ്. ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതിം. ഓരോ അമലിൻ്റെയും സ്വീകാര്യത അതിനെ പരിഗണിക്കുന്നത് അന്ത്യത്തെ നോക്കിയിട്ടാണ്. അതുകൊണ്ട് നാം ഇത്രയും നാൾ പരിശ്രമിച്ചു, ഇനി ഒരിക്കലും മുഅ്മിൻ അശ്രദ്ധനാവുകയില്ല, വിശ്രമത്തിന് തയ്യാറാവുകയില്ല. മറിച്ച് ഇതുവരെ പരിശ്രമിച്ചതിനേക്കാൾ ഇരട്ടി ഉത്സാഹത്തോടെ ഉന്മേഷത്തോടെ പരിശ്രമിക്കേണ്ട സമയമാണ്. കാരണം നമ്മുടെ റമദാനിൻ്റെ അമലുകൾ അത് കബൂലാക്കണം. അതിൻ്റെ കബൂലിയത്തിൻ്റെ സമയം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളാണ്. അലി റളിയല്ലാഹു തആല പറയുമായിരുന്നു, നിങ്ങൾ അമലുകൾ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ചിന്തിക്കേണ്ടത് അമലുകളുടെ കബൂലിയത്തിനെ പറ്റിയാണ്, അമലിൻ്റെ സ്വീകാര്യതയെ പറ്റിയാണ്. വല്ലദീന യുഅ്തൂന മാ അതൗ വഖുലൂബുഹും വജില. സഹാബാക്കളെ പറ്റി അല്ലാഹു തആല പറഞ്ഞതാണ്, അവരുടെ സമ്പത്തെല്ലാം അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച് എല്ലാ നിലയിലും നന്മയുടെ വിഷയത്തിൽ മത്സരിച്ച് മുന്നേറുകയും എന്നാൽ വഖുലൂബുഹും വജില, എല്ലാ നന്മയിലും മുന്നേറുന്നു, പക്ഷെ അവർ ഹൃദയമാണെങ്കിൽ പേടിച്ച് വിറച്ച അവസ്ഥയിലാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ എന്താണ് അവർ തെറ്റ് ചെയ്തതിൻ്റെ പേരിലാണ്? നബി തങ്ങൾ പറഞ്ഞു, സിദ്ദീഖിൻ്റെ മകളെ ഒരിക്കലുമില്ല, മറിച്ച് അവരുടെ അമലുകളെ സ്വീകരിക്കുമോ അതല്ല അല്ലാഹു തആല തള്ളിക്കളയുമോ, അല്ലാഹു സ്വീകരിക്കാതിരിക്കുമോ എന്ന ഭയമാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. ഒരു മുഅ്മിൻ എത്ര അമലുകൾ ചെയ്താലും അതിൻ്റെ സ്വീകാര്യതയെക്കുറിച്ച് ചിന്തയുള്ളവനായിരിക്കും. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു അതുപോലെ അലി റളിയല്ലാഹു തആല അൻഹു ഇവരെല്ലാം റമദാനിൻ്റെ അവസാന സമയം പെരുന്നാളിൻ്റെ രാത്രിയായാൽ ജനങ്ങൾക്കിടയിൽ നടന്ന് ശബ്ദത്തിൽ ജനങ്ങളെ ഉണർത്തുമായിരുന്നു. അറിഞ്ഞിരുന്നുവെങ്കിൽ ആരെല്ലാം കബൂലായി ഈ റമദാനിൽ എന്നറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് മംഗളങ്ങൾ നേരാമായിരുന്നു. ആരെല്ലാം ഈ റമദാനിൽ മഹ്റൂമായി എന്നറിഞ്ഞിരുന്നെങ്കിൽ അവർക്ക് അനുശോചനം നേരാമായിരുന്നു എന്ന് ജനങ്ങൾക്കിടയിൽ വിളംബരം നടത്തുമായിരുന്നു. റമദാനിൻ്റെ അവസാന സമയം ഇതറിയുന്ന ആരുടെ അമലെല്ലാം കബൂലായി എന്ന് തിരിച്ചറിയുന്ന സമയമാണ്, കബൂലാക്കേണ്ട സമയമാണ്. ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഏറ്റവും അവൻ്റെ മുന്നിലുള്ള ഒരു ആശങ്കയാണ്, ഒരു ഭയമാണ്, എൻ്റെ അമൽ അല്ലാഹു കബൂലാക്കുമോ? സലമി റഹിമഹുല്ലാഹ് ഒരു മഹാനാണ്. അദ്ദേഹം വസ്ത്രം തുന്നി വിറ്റ് നിരന്തരമായി വസ്ത്രം തുന്നി അത് വിറ്റ് അതിലൂടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്, മഹാനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ വസ്ത്രമെല്ലാം സ്വന്തം കൈ കൊണ്ട് തുന്നി അതൊരു കടയിൽ കൊണ്ടുപോയി വിറ്റു. കടക്കാരൻ അതെല്ലാം നോക്കിയപ്പോൾ അതിൽ കുറച്ച് എന്തൊക്കെ ന്യൂനതകൾ കണ്ടു, അതിൻ്റെ എന്തോ കുറച്ച് അയ്ബുകൾ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് മടക്കി കൊടുത്തു. നമുക്ക് വേണ്ട, ഇതിൽ ഇന്ന കുറവുകളുണ്ട്. അദ്ദേഹം കരയാൻ തുടങ്ങി. അപ്പം കടക്കാരൻ പറഞ്ഞു, നിങ്ങൾക്കത് വിഷമായെങ്കിൽ ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ എടുത്തുകൊള്ളാം, നിങ്ങൾ അതിൻ്റെ പേരിൽ കരയേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരഞ്ഞത് എൻ്റെ വസ്ത്രം നിങ്ങൾ മടക്കി തന്നതിൻ്റെ വിഷമത്തിലല്ല. ഞാൻ വളരെ ശ്രദ്ധയോടെ, വളരെ അധ്വാനത്തോടെ, വളരെ ത്യാഗം ചെയ്ത് തുന്നിയെടുത്ത വസ്ത്രം ഞാനൊരു അയവുമില്ല എന്ന ചിന്തയിൽ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ നിങ്ങളത് തുറന്നു നോക്കിയപ്പോൾ നിങ്ങളുടെ കണ്ണുകളിൽ അതിൻ്റെ കുറവുകൾ കണ്ടു, നിങ്ങളെനിക്ക് മടക്കി തന്നു. ഇതുപോലെ ഞാൻ ഒരു കുറവുമില്ല എന്ന ചിന്തയിൽ വളരെ അധ്വാനിച്ച് ഞാൻ സമ്പാദിച്ച എൻ്റെ അമലുകളുമായി ആഖിറത്തിൽ ചെന്ന് അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ, ഉള്ളും പുറവും വ്യക്തമായി അറിയുന്ന അല്ലാഹുവിന്റെ മുന്നിൽ എൻ്റെ അമലിനെ സമർപ്പിക്കുമ്പോൾ ഇതിൽ ഇന്ന കുറവുണ്ട്, ഇതിൽ ഇന്ന ന്യൂനതയുണ്ടെന്ന് അല്ലാഹു പറയുകയും എൻ്റെ അമലുകളെ എന്നിലേക്ക് മടക്കപ്പെടുകയും ചെയ്താൽ എൻ്റെ ആഖിറത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? പിന്നെ എനിക്കൊരു അമൽ ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ, പിന്നെ വീണ്ടും ഒരു അവസരം കിട്ടുകയില്ലല്ലോ എന്ന ചിന്തയാണ് എന്നെ കരയിപ്പിച്ചത്. നിങ്ങൾ വസ്ത്രം മടക്കിയതിൻ്റെ പേരിലല്ല. ഇതാണ് ഒരു മുഅ്മിന്റെ മനസ്സിലാവുന്ന ചിന്ത. എൻ്റെ അമൽ അല്ലാഹു സ്വീകരിക്കുമോ? എൻ്റെ റമദാൻ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ
എൻ്റെ നോമ്പിനെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഞാൻ ചെയ്ത സദഖകളെ, ഞാൻ ഓതിയ ഖുർആനിന്റെ തിലാവത്തിനെ ഇതൊക്കെ എൻ്റെ റബ്ബ് സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്നൊരു ചിന്ത, ഒരു ഭയം മുഅ്മിന്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് വിശുദ്ധമായ റമദാനിന്റെ അവസാന സമയം സ്വീകാര്യത വാങ്ങിക്കേണ്ട സമയമാണ്. അല്ലാഹു തആല സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന സമയമാണ്. ഇന്നമൽ അഅമാലു ബിൽ ഖവാതിം. അമലുകൾ അത് സ്വീകരിക്കുന്നത് പര്യവസാനത്തെ പരിഗണിച്ചാണ്. തുടക്കം എത്ര ഉന്മേഷമായിരുന്നു, തുടക്കത്തിൽ എന്തൊക്കെ ചെയ്തു, ഇതിനേക്കാൾ കൂടുതൽ അല്ലാഹു തആല നോക്കുന്നത് അവസാനത്തിൽ എങ്ങനെയാണ്. അതുകൊണ്ട് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, റമദാനിന്റെ ഖബൂലിയത്തിന് വേണ്ടി നാം പ്രധാനമായും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിലൊന്ന്, നാം അല്ലാഹുവിന് വളരെ വളരെ കൂടുതൽ ശുക്ർ ചെയ്യണം. അല്ലാഹു തആല നമുക്ക് അവസരം നൽകിയതാണ്, നമ്മളെ കൊണ്ട് മുഴുവൻ നന്മയും അല്ലാഹു ചെയ്യിപ്പിച്ചതാണ്. അതുകൊണ്ട് നമുക്ക് അല്ലാഹുവിനോടാണ് ബാധ്യതയും കടമയും. എത്ര ആളുകൾ പരിശുദ്ധ റമദാൻ വന്നിട്ടും ഒന്ന് പള്ളിയിൽ പ്രവേശിക്കാൻ സാധിക്കാത്തവർ. കഴിഞ്ഞ ദിവസം ഒരു ഉറുദു സഹോദരനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു പറഞ്ഞു, റമദാനായി ഒന്ന് പള്ളിയിൽ പ്രവേശിച്ചിട്ടില്ല. എത്രയോ ആളുകൾ പരിശുദ്ധമായ റമദാനായി റമദാനിലും പാപങ്ങൾ തിന്മകൾ കഴിഞ്ഞുകൂടുന്നു. റമദാൻ മാസം വന്നിട്ടും ഒരു നോമ്പെടുക്കാത്ത എത്ര ആളുകൾ. ഇവർക്കിടയിൽ നിന്നും അള്ളാഹു നമ്മളെ കൊണ്ട് പള്ളിയിൽ കൊണ്ടുവരികയും ഈ നന്മകളിൽ അള്ളാഹു നമ്മളെ ജോലിയാക്കുകയും ചെയ്തു. അള്ളാഹു നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ഉപകാരമാണ്. അതുകൊണ്ട് റബ്ബിനോട് നമ്മൾ നന്ദി കാണിക്കണം, റബ്ബിന് ശുക്ർ ചെയ്യണം. അള്ളാഹു നീ എനിക്ക് അവസരം നൽകിയല്ലോ. ഇത്ര ആളുകളാണ് രോഗികളായി നോമ്പെടുക്കാൻ സാധിക്കാതെ, പള്ളിയിലെത്താൻ സാധിക്കാതെ കഴിഞ്ഞുകൂടുന്നു. അള്ളാഹു ആഫിയത്ത് നൽകി, അവസരം നൽകി. അത് വളരെ കൂടുതൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. രണ്ടാമത്തെ കാര്യം ഉലമാക്കൾ ഇസ്തിഗ്ഫാർ ചെയ്യണം, പശ്ചാത്തപിക്കണം, ഇസ്തിഗ്ഫാർ ചെയ്യണം. ഓരോ അമലിന്റെയും പര്യവസാനത്തിൽ അള്ളാഹുവിനെ നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യൽ അതൊരു സുന്നത്താണ്. അബൂബക്കർ റളിയല്ലാഹു തആല ചോദിച്ചു, നബിയെ, നമസ്കാരത്തിന്റെ അവസാനത്തിൽ ഞാൻ എന്താണ് പറയേണ്ടത്? തങ്ങൾ പറഞ്ഞു, അബൂബക്കർ നീ പറയണം, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറൻ കബീറ. അല്ലാഹുവോട് നീ പറയണം, അബൂബക്കർ, അല്ലാഹു ഞാൻ എൻ്റെ നഫ്സിനോട് വലിയ ദുൽമ ചെയ്തു, വലിയ പാപം ചെയ്തു. നമസ്കാരം കഴിഞ്ഞ് ഞാൻ നമസ്കരിച്ചു എന്നല്ല പറയുന്നത്, അല്ലാഹു ഞാൻ ചെയ്ത് ശരിയായില്ല, കുറവുണ്ട് അല്ലാഹുവേ. അത് ആ നമസ്കാരത്തിന്റെ ഖബൂലിയത്തുള്ള വഴിയാണ്. സുമ്മ അഫീദു മിൻ ഹൈസ അഫാദ الناس അസ്തഗ്ഫിറുല്ലാഹ്. ഹജ്ജിന്റെ അമൽ പൂർത്തീകരിച്ചാൽ ഹാജിമാർ എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹു തന്നെ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ ചെയ്യും. ഹജ്ജിന്റെ ഇത്രയും ഉയർന്ന അമൽ കഴിഞ്ഞാൽ അതിന്റെ പര്യവസാനത്തിൽ ഹാജി ചെയ്യേണ്ടത് ഇസ്തിഗ്ഫാറാണ്. അതിന്റെ ഖബൂലിയത്തുള്ള വഴിയാണ്. നബിയുടെ വഫാത്തിന്റെ സമയമായപ്പോൾ അവസാനം ഇറങ്ങിയ സൂറത്തിൽപ്പെട്ടതാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, സൂറത്തുൻ നസ്ർ. അതിൽ നബിയോട് അല്ലാഹു രണ്ട് കാര്യങ്ങൾ ഉണർത്തുന്നു. താങ്കൾ അല്ലാഹുവിലേക്ക് മടങ്ങേണ്ട സമയമായി. ഇനി താങ്കൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമൽ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിറുഹു. താങ്കൾ അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യണം, അല്ലാഹുവിനെ മുന്നിൽ ഇസ്തിഗ്ഫാർ ചെയ്യണം. പാപങ്ങളിൽ നിന്ന് പരിശുദ്ധമായ നബിയോട് അല്ലാഹു തആല കൽപ്പിക്കുകയാണ്, താങ്കൾ ഇനി ഇസ്തിഗ്ഫാർ ചെയ്യണം. അതുകൊണ്ട് ഒരു അവസാന സമയം, പര്യവസാനത്തിൽ മുഅ്മിൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലാണ് ഇസ്തിഗ്ഫാർ എന്നുള്ളത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി തആല അലൈഹി റമദാനിന്റെ അവസാന സമയങ്ങളായാൽ ഓരോ നാട്ടിലെ ഭരണാധികാരികൾക്ക്, അദ്ദേഹത്തിന്റെ കീഴിലുള്ള ജോലിക്കാർക്ക് അദ്ദേഹം കത്തെഴുതുമായിരുന്നു. മുസ്ലിമീങ്ങളെ രണ്ട് കാര്യങ്ങൾ ഇനി ഉണർത്തണം, റമദാൻ അവസാനിക്കാൻ പോകുന്നു, മുസ്ലിമീങ്ങളെ രണ്ട് കാര്യം ഉണർത്തണം. ഒന്ന്, അവരോട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറയണം. രണ്ട്, അവരോട് സദഖത്തുൽ ഫിത്റിനെ, സകാത്തുൽ ഫിത്റിനെ അതിനെ കൊടുക്കാൻ പറയുകയും ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ അമലുകൾ ന്യൂനതയില്ലാതെ പൂർണ്ണതയിലേക്ക് എത്തിക്കാനുള്ള ഒരു അമലാണ് റമദാനിന്റെ അവസാന ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നുള്ളത്. പിന്നെ ഒരു മുഅ്മിൻ എത്ര വലിയ അമലുകൾ ചെയ്താലും അവന്റെ ഉള്ളിൽ അല്പം പോലും അതിന്റെ പേരിൽ ഉജ്ബുണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. ശൈത്താൻ നമ്മളെ വഞ്ചിക്കും. ഞാൻ ഇത്രയും ഹത്തം ഓതി തീർത്തു, ഞാൻ സകാത്ത് കൊടുത്തു, ഞാൻ ഇങ്ങനെ സദഖ ചെയ്തു, ഞാൻ ഇന്നയാളെ സഹായിച്ചു, ഞാൻ ഇവിടെ കിറ്റ് കൊടുത്തു, ഞാൻ അത് ചെയ്തു, ഞാൻ രാത്രിയെല്ലാം നമസ്കരിച്ചു, തറാവീഹ് നമസ്കരിച്ചു, ഖിയാമുൽ ലൈൽ നമസ്കരിച്ചു. ഇങ്ങനെ നന്മകൾ കാണിച്ച് നമ്മുടെ ഉള്ളിൽ ഉൾനാട്യമുണ്ടാകും. എന്നാൽ ഒരു മുഅ്മിൻ എത്ര അമലുകൾ ചെയ്തവനാണെങ്കിലും അവൻ വീണ്ടും ഭയപ്പെടും, അവൻ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കും. സഹാബാക്കൾ പറയുമായിരുന്നു, അല്ലാഹു തആല എന്നിൽ നിന്നും ഒരു അണുമണി നന്മ സ്വീകരിച്ചു എന്ന് ഞാൻ അറിഞ്ഞിരുന്നുവെങ്കിൽ മരണം ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. ചില സഹാബാക്കൾ പറയുമായിരുന്നു, എൻ്റെ ഒരൊറ്റ സുജൂദ് അല്ലാഹു സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചാൽ ഞാൻ മരണത്തെ ഇഷ്ടപ്പെടുമായിരുന്നു. എല്ലാ നന്മയും മുന്നേറുകയും
എന്നാൽ അതിൽ അവരെ ഉൾനാട്ടത്തിലാക്കുകയോ അവരെ അതിൻ്റെ പേരിൽ അഹങ്കരിപ്പിക്കുകയോ ചെയ്തില്ല. വീണ്ടും അള്ളാഹുവിലേക്ക് മുന്നിൽ അവർ വിനയാന്വിതരായി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദുഃഖിതനായി ഒരിക്കൽ കണ്ടപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ജിബ്രീൽ, നീ എന്തുകൊണ്ടാണ്, നീ മുഖറബായ മലക്കാണല്ലോ, എന്തുകൊണ്ട് ഇത്രയും ദുഃഖത്തിൽ? ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ എൻ്റെ അന്ത്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. നീ മുഖറബായ മലക്കാണല്ലോ, നീ എന്തിനാ ഭയപ്പെടുന്നത്? അതെ, ഞങ്ങളുടെ നേതാവായിരുന്നു ഇബ്ലീസ്. പക്ഷേ ഇബ്ലീസിന് സംഭവിച്ചത് എനിക്ക് സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മലക്കുകൾ പോലും അവർ അന്ത്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര അമൽ ചെയ്തവരാണെങ്കിലും ഒരിക്കലും നമ്മൾ അതിൻ്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കുന്നവരാകരുത്. എന്നാൽ അതോടൊപ്പം അള്ളാഹുവിൽ നല്ല പ്രതീക്ഷയും വെക്കണം. ഇന്നഹു ലഗഫൂറുൻ ഷക്കൂർ. അല്ലാഹു തആല ഷക്കൂറാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷക്കൂർ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അടിമയുടെ വലിയ പാപത്തെ മാപ്പ് ചെയ്യുകയും അടിമയുടെ ചെറിയ നന്മയെ വലുതായി സ്വീകരിക്കുകയും ചെയ്യും. ചെറിയ നന്മയായിരിക്കും, അതിന് അല്ലാഹു തആല വലിയ പ്രതിഫലം നൽകുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ടാകണം. കാരണം അവന്റെ റഹ്മത്തും അവന്റെ കരുണയും എല്ലാം വളരെ വിശാലമാണ്. അവൻ ഒരിക്കലും അടിമയെ ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉടമസ്ഥനല്ല, അടിമ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഉടമസ്ഥനല്ല, മറിച്ച് അടിമ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഉടമസ്ഥനാണ്. ഹദീസിൽ വരുന്നുണ്ട്, തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും ഒരു നാട്ടിലൂടെ കടന്നു പോകുമ്പോൾ ആ നാട്ടുകാരെ കണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? മനിൽ ഖൗം. പറഞ്ഞാൽ മുസ്ലിമീങ്ങളാണ്. സഹാബാക്കൾ നബി തങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ സഹാബാക്കൾ നാട്ടിലെത്തി ദഅവത്ത് ചെയ്ത് മുസ്ലിമീങ്ങളായ ഒരു നാട്ടുകാരാണ്. അങ്ങനെ തങ്ങൾ യാത്ര കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഭക്ഷണം പാചകം ചെയ്യുന്നു, സമീപത്ത് എൻ്റെ കുട്ടിയുമുണ്ട്. അപ്പോൾ തങ്ങൾ കടന്നു പോകുമ്പോൾ തങ്ങളെ കണ്ടപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, താങ്കളാണ് റസൂൽ, താങ്കളാണ് നബി? നബി തങ്ങൾ പറഞ്ഞു, അതെ, ഞാനാണ് പ്രവാചകൻ. ആ സ്ത്രീ ചോദിച്ചു, അല്ലാഹു തആല അടിമകളോട് ഏറ്റവും കരുണയുള്ളവനല്ലേ? തങ്ങൾ പറഞ്ഞു, അതെ, അല്ലാഹു തആല അങ്ങേയറ്റം കരുണയുള്ളവനാണ്. അപ്പോൾ ആ സ്ത്രീ വീണ്ടും ചോദിച്ചു, അല്ലാഹു തആല ഉമ്മയേക്കാൾ 70 ഇരട്ടി കരുണയുള്ളതല്ലേ? തങ്ങൾ പറഞ്ഞു, അതെ, അല്ലാഹു തആല ഉമ്മയേക്കാൾ 70 ഇരട്ടി കരുണയുള്ളവനാണ്. സ്ത്രീ തൻ്റെ കുട്ടിയെ കാണിച്ചിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, ഒരു ഉമ്മ ഒരിക്കലും തൻ്റെ കുട്ടിയെ ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഇടുകയില്ല. അല്ലാഹു തആല അവൻ്റെ അടിമകളെ നരകത്തിന്റെ തീയിലേക്ക് ഇടുമോ നബി? ഹദീസിൽ വരുന്നുണ്ട്, ഈ സ്ത്രീ ഇത് ചോദിച്ചപ്പോൾ തങ്ങൾ അവിടെ നിന്ന് പൊട്ടിക്കരയുകയുണ്ടായി. തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഒരിക്കലും അടിമകളുടെ അതിൽ അക്രമം കാണിക്കുകയില്ല, അവന്റെ അടിമകൾ ഒരിക്കലും നരകത്തിൽ ഇടുകയുമില്ല. ഇല്ല, ഒരു വിഭാഗം ഒഴിച്ച് അവർ പാപത്തിൽ നിരന്തരമാകുന്നു, നിരന്തരമായി പാപത്തിൽ തന്നെ മുഴുകിക്കൊണ്ടിരിക്കുന്നു, അതിൽ അഹങ്കരിക്കുന്നു, അതിൽ മുഴുകുന്നു. അള്ളാഹ് പരിശുദ്ധമായ കെളിമ പറയാൻ വിസമ്മതം കാണിച്ച് അഹങ്കരിക്കുകയും ചെയ്യുന്നു. അല്ലാത്ത മുഴുവൻ അടിമകൾക്കും അള്ളാഹു തആല കരുണ ചെയ്യുന്നതാണ്. അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ്. മൗലാന അഷ്റഫ് അലി ദാനവി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതുന്നു, നാളെ ആഖിറത്തിൽ മനുഷ്യരെല്ലാം സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ, മനുഷ്യരെല്ലാം നരകത്തിലേക്ക് അയച്ചു കഴിയുമ്പോൾ അള്ളാഹു തആല സ്വർഗത്തിനോട് ചോദിക്കും, നീ ഇനി എന്തെങ്കിലും നിനക്ക് വയറ് നിറഞ്ഞോ? ഇനി നീ അടിമകളെ ആഗ്രഹിക്കുന്നുണ്ടോ? സ്വർഗം അള്ളാഹു സംസാരിക്കും, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, ഇല്ല അള്ളാഹു, എനിക്ക് ഇനിയും ആളുകളെ ആവശ്യമുണ്ട്. ഹദീസിൽ വരുന്നുണ്ട്, അള്ളാഹു തആല പ്രത്യേകമായ ഒരു വിഭാഗത്തെ അള്ളാഹു തആല സൃഷ്ടിക്കുകയും അവരെ കൊണ്ട് സ്വർഗം നിറയ്ക്കുകയും ചെയ്യും. നരകത്തോട് അള്ളാഹു തആല ചോദിക്കും, ഹൽ മിൻ മസീദ്, ഇനി നിനക്ക് നിന്റെ വയറ് നിറഞ്ഞോ? ഇനി നിനക്ക് എന്തെങ്കിലും വേണോ? നരകം പറയും, ഇല്ല, എൻ്റെ വയറ് നിറഞ്ഞില്ല, ഇനിയും എനിക്ക് വേണം. ഹദീസിൽ വരുന്നു, മൗലാന അഷ്റഫ് ഈ സംഭവം ഉദ്ധരിക്കുന്നു, അള്ളാഹു തആല അവന്റെ പരിശുദ്ധ പാദത്തെ, അള്ളാഹുവിന്റെ ദാത്ത് പരിശുദ്ധമാണ്, അവന്റെ പാദം എങ്ങനെ ഒരിക്കലും നമുക്ക് വിവരിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ പാദത്തെ നരകത്തിന് മേൽ വെച്ചു കൊടുക്കുകയും നരകം മതി മതി എന്ന് പറയുകയും ചെയ്യും. ഇത് ഉദ്ധരിച്ച് മൗലാന പറഞ്ഞു, സ്വർഗത്തിന്റെ വിഷയത്തിൽ ഒരു സമൂഹത്തെ പ്രത്യേകമായി സൃഷ്ടിച്ചുവെങ്കിൽ അതുപോലെ നരകത്തിന്റെ വിഷയത്തിൽ അത് സൃഷ്ടിച്ചില്ല. കരുണയുള്ളതിന് പേരിലാണ്. ഒരു സമൂഹത്തോളം അത് അക്രമം കാണിക്കില്ല. പ്രത്യേകമായ വിഭാഗത്തെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് നരകം നിറച്ചില്ല. കാരണം അള്ളാഹുവിന്റെ കരുണയാണ്. അതുകൊണ്ട് നാം പ്രതീക്ഷയും വേണം, നിരാശപ്പെട്ടു പോകരുത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ചെയ്ത അമലുകളിൽ നാം ഉജ്ബുള്ളവരാകരുത്. എന്നാൽ അതോടൊപ്പം നമ്മുടെ അമലുകളെ കുറിച്ച് വലിയ പ്രതീക്ഷയും അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയും ആഗ്രഹം വെക്കുകയും ചെയ്യണം. എൻ്റെ അമൽ ഒരിക്കലും അള്ളാഹു തആല പാഴാക്കില്ല. ഞാൻ രാത്രി നമസ്കരിച്ച നമസ്കാരം അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകും, ഞാൻ പിടിച്ച നോമ്പിന് പ്രതിഫലം അള്ളാഹു നൽകും എന്ന നല്ല പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടായിട്ട്, അതോടൊപ്പം റമദാനിൽ നമ്മൾ എടുത്ത അമലുകൾ, ഇനി അമലുകൾ പൊളിഞ്ഞു പോകരുത്. ഇതിനെ പൊളിച്ചു കളയുന്ന തിന്മയുമായി ബന്ധപ്പെടരുത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഉണർത്തുന്നു, വലാ തകൂനു കല്ലത്തി നഖദത അസലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ. അല്ലാഹു തആല പറയുന്നു, നിങ്ങൾ ഒരു സ്ത്രീയെ പോലെ ആകരുത്. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, അവൾ കുറച്ച് ജോലിക്കാരുണ്ടായിരുന്നു. അവരെ കൊണ്ട് രാവിലെ മുതൽ ഉച്ചവരെ വസ്ത്രം തുന്നിക്കുകയും
ഉച്ച കഴിഞ്ഞാൽ ആ തുന്നിയ വസ്ത്രത്തെ വീണ്ടും അഴിപ്പിക്കുകയും ചെയ്യും. ഇതായിരുന്നു അവളുടെ ജോലി. മാനസിക രോഗം പിടിച്ചൊരു സ്ത്രീയായിരുന്നു. രാവിലെ മുതൽ ഉച്ചവരെ വസ്ത്രം തുന്നുകയും ഉച്ച കഴിഞ്ഞാൽ ആ ത്യാഗം ചെയ്ത തുന്നിയെടുത്ത വസ്ത്രത്തെ അയക്കുകയും ചെയ്യും. നിങ്ങൾ ഇതുപോലെ ആകരുത് അല്ലാഹു ഉണർത്തുകയാണ്. ത്യാഗം ചെയ്ത് പകലെല്ലാം പട്ടിണി കിടന്ന് രാത്രി ഉറക്കമൊഴിച്ച് നമസ്കരിച്ച നമസ്കാരങ്ങൾ അതിനെ വെറുതെ നിങ്ങളുടെ മോശമായ തിന്മകൾ കൊണ്ട്, ഗീബത്ത് കൊണ്ട്, നമീമത്ത് കൊണ്ട്, ഹസദ് കൊണ്ട്, ജീവിതത്തിലെ ദുസ്വഭാവങ്ങൾ കൊണ്ട് അമലുകളെ പൊളിച്ചു കളയരുത്. വലാ തുബ്തിലു സദഖാതികും ബിൽ മന്നി വൽ അദാ. നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുത്. നിങ്ങൾ ചെയ്ത സ്വതക്കകളെ നിങ്ങൾ പൊളിച്ചു കളയരുത്. അതിനെ എടുത്തു പറയുകയും അതിന്റെ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തി അമലിനെ പൊളിച്ചു കളയുകയും ചെയ്യരുത് എന്ന് അല്ലാഹു ഉണർത്തുകയാണ്. നമ്മൾ ചെയ്ത നന്മകൾ, നമ്മുടെ അമലുകൾ അത് പൊളിയാതെ, നഷ്ടപ്പെട്ടു പോകാതെ, അത് ബാത്തിലാകാതെ ആഖിറം വരെ കൊണ്ടുപോകാൻ നമ്മൾ എല്ലാവിധ തിന്മയും നമ്മൾ സൂക്ഷിക്കണം. സഹോദരന്മാരെ, പരിശുദ്ധമായ റമദാൻ ഒരു പരിശീലനത്തിന്റെ മാസമായിരുന്നു. ഒരു പരിശീലനത്തിന്റെ മാസമായി മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടി നാം ഓരോരുത്തരും തയ്യാറാക്കുകയായിരുന്നു. വെറുതെ ഒരു മാസം മാത്രമായിരുന്നല്ല ലക്ഷ്യം. ഈ മാസം അല്ലാഹു നൽകിയത് മുന്നോട്ടുള്ള ജീവിതത്തിനുള്ള ഒരു ആർജവം തയ്യാറാക്കി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഒരു ശക്തി നേടാൻ വേണ്ടിയാണ് ഈ ഒരു മാസം അല്ലാഹു നൽകിയത്. അതുകൊണ്ട് നാം ഈ മാസത്തിൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ തെളിയിച്ചു, പല നന്മകളും എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ തെളിയിച്ചു. പ്രത്യേകിച്ച് ഫർദായ നമസ്കാരങ്ങൾ നമ്മൾ ജമാഅത്തായി പള്ളിയിൽ നമസ്കരിച്ചു. മറ്റുള്ള മാസങ്ങൾ പോലെ നമുക്ക് തിരക്കുകളും പല ആവശ്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നാം ഒന്ന് മനസ്സ് വെച്ചപ്പോൾ, നാം ഒന്ന് ആഗ്രഹിച്ചപ്പോൾ നാം പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിച്ചു. സഹോദരന്മാരെ, ഇനി മുന്നോട്ട് നാം ഒരു ഉറച്ച തീരുമാനമെടുക്കണം. പ്രത്യേകിച്ച് ഫർദായ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു ഉറച്ച തീരുമാനമെടുക്കണം. ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ ജീവൻ അല്പമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഒരു നമസ്കാരം പോലും ഞാൻ ഖദാക്കുകയില്ല. ഒരു നമസ്കാരം പോലും ജമാഅത്തല്ലാതെ ജമാഅത്തായി തന്നെ പള്ളിയിൽ പോയി നമസ്കരിക്കുമെന്നൊരു ഉറച്ച തീരുമാനമെടുക്കണം. സഹോദരന്മാരെ, നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒരടിമ തന്റെ അടിമത്തം തെളിയിക്കലാണ്. ഞാൻ എൻ്റെ അടിമയാണ് അല്ലാഹുവേ, ഞാൻ നിന്നെ അനുസരിക്കുന്നവനാണെന്ന് തെളിയിക്കുന്ന ഒരു അമലാണ് നമസ്കാരം. അത് അല്ലാഹു തആല നമുക്ക് ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ അല്ലാഹ് അറിഞ്ഞുകൊണ്ട് നിശ്ചയിച്ചതാണ്. ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഉറക്കത്തിന്റെ സമയത്ത് സുബ്ഹി, തിരക്കുള്ള സമയത്ത് ളുഹർ, ജോലി തിരക്കിന്റെ, കച്ചവട തിരക്കിന്റെ സമയത്ത് അസർ, ഇങ്ങനെ തിരക്കുള്ള സമയത്ത് അല്ലാഹു അറിയാതെ നിശ്ചയിച്ചു പോയതല്ല. ഇനിയൊരു കാലം വരും, ആ കാലത്ത് മനുഷ്യർ കച്ചവടത്തിന്റെ മറ്റിന്റെ തിരക്കുകൾ വരും എന്ന് അല്ലാഹു അറിയാതെയല്ല നമസ്കാരത്തിന്റെ സമയം നിശ്ചയിച്ചത്. അല്ലാഹ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെ പരീക്ഷിക്കാനാണ്. ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് ഓരോ സമയത്തും അല്ലാഹു തആല വിളിക്കുന്നത്. അല്ലാഹു അറിയണം, ഇവൻ എൻ്റെ അടിമയാണോ, എൻ്റെ അടിമത്തം തെളിയിക്കാൻ തയ്യാറാണോ, ഞാൻ വിളിച്ചാൽ വരാൻ തയ്യാറാണോ, അതല്ല ഞാൻ വിളിച്ചാൽ ഉത്തരം തരാത്തവനാണോ, ഒന്ന് അല്ലാഹു പരീക്ഷിക്കുകയാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ഒരു 17 റക്അത്ത് ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നമസ്കരിച്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. ആ 17 റക്അത്ത് നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ രാവിലെയോ വൈകിട്ടോ ഉച്ചക്കോ രാത്രിയോ പറ്റുമ്പോഴെല്ലാം നിങ്ങൾ നമസ്കരിച്ചേക്കിൻ എന്നങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെയല്ല. ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയം നിശ്ചയിച്ചു അല്ലാഹു തആല. ഓരോ സമയം അല്ലാഹു നിശ്ചയിച്ചു. ഈ തിരക്കിന്റെ ഇടയിൽ പെട്ടെന്ന് അല്ലാഹുവിന്റെ വിളി വരുമ്പോൾ ആരാണ് എൻ്റെ അടിമകൾ, ആരാണ് എൻ്റെ അടിമകൾ എന്നിലേക്ക് വരാൻ തയ്യാറുള്ളത്, ഏത് അടിമയാണ് എൻ്റെ വിളിക്ക് ഉത്തരം തരാൻ തയ്യാറുള്ളത് അല്ലാഹു നോക്കുകയാണ്. സഹോദരന്മാർ, അതുകൊണ്ട് ഇനി മുന്നോട്ട് നമുക്കൊരു നമസ്കാരം നഷ്ടപ്പെട്ടു പോകരുത്, ജമാഅത്തായ നമസ്കാരം നഷ്ടപ്പെട്ടു പോകരുത്. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുമായിരുന്നു, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും സുബഹിയുടെ ജമാഅത്തിന് നിത്യമായി കാണാതായാൽ ഞങ്ങൾ അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ഭയപ്പെടുമായിരുന്നു. ഇദ്ദേഹം മുനാഫിക്കായി പോയോ, ഞങ്ങൾ ഭയപ്പെട്ടു പോകുമായിരുന്നു. നിത്യമായി ഒരാളെ സുബഹി കാണാതെ വന്നാൽ ഞങ്ങളുടെ ഹൃദയങ്ങൾ പേടിയും വിഷമവും വരുമായിരുന്നു. ഈ മനുഷ്യൻ മുനാഫിക്കായി പോയോ? കാരണം ജമാഅത്തായ നമസ്കാരം, പ്രത്യേകിച്ച് സുബഹിയുടെ ജമാഅത്ത്, നമ്മളെല്ലാവരും പള്ളിയിൽ വന്നു. നാട്ടിലെ പള്ളികളെല്ലാം സുബഹിയുടെ ജമാഅത്ത് കൊണ്ട് നിറഞ്ഞു. സഹോദരന്മാരെ, ഇത് റമദാൻ കൊണ്ട് മാത്രം തീരരുത്. നാം ഓരോരുത്തരും, യഹൂദികൾ അവരെ ഗ്രന്ഥങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, മുസ്ലിമീങ്ങളുടെ സുബഹിയുടെ ജമാഅത്ത് ജുമാ പോലെ ആകാതെ ഒരിക്കലും മുസ്ലിമീങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് നമ്മുടെ പള്ളികൾ ഇനിയും ഈ നമസ്കാരം എല്ലാം സജീവമായി തീരണം. 2, നാം റമദാനിൽ പരിശീലിച്ച മറ്റൊരു കാര്യം ഖുർആനുമായുള്ളൊരു ബന്ധമാണ്. നാം ഓരോരുത്തരും ഖുർആനുമായി വലിയൊരു ബന്ധമുണ്ടാക്കി രാത്രിയും പകലുമെല്ലാം പരിശുദ്ധമായ ഖുർആൻ ഓതി പലരും 1ഉം 2ഉം ഖത്തമുകൾ തീർത്തു. സഹോദരന്മാരെ, ഖുർആൻ നമ്മുടെ ഒരു കൂട്ടുകാരനായി കൊണ്ടു നടക്കണം. എന്തെങ്കിലും വിഷമം വന്നാൽ, ഒരു വേദന വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ ഓടി ചെല്ലേണ്ടത് ഖുർആനിലേക്കാണ്. ഖുർആൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ഖുർആൻ നമ്മുടെ വേദനകൾക്കും വിഷമങ്ങൾക്കും സമാധാനം നൽകുന്നതാണ്. എല്ലാത്തിനും പരിഹാരം ഖുർആനിലുണ്ട്. ഖുർആനുമായിട്ട് വലിയ ബന്ധമുണ്ടാക്കണം. സഹോദരന്മാരെ, അള്ളാഹു നമുക്ക് നൽകിയൊരു അനുഗ്രഹമാണ്.
മലക്കളെ സംബന്ധിച്ച് അവർ എത്ര ശ്രേഷ്ഠരായതാണ്. പക്ഷേ ഖുർആൻ ഓതാൻ തൗഫീഖ് അവർക്കില്ല, സൗഭാഗ്യമില്ല. അടിമകളായ നമുക്കാണ് ഖുർആൻ പാരായണത്തിലുള്ള ഭാഗ്യം നൽകിയിരിക്കുന്നത്. മലക്കളെ ജോലി ഖുർആൻ കേൾക്കുക എന്നുള്ളതാണ്. എന്റെ ഹദീസിൽ വരുന്നുണ്ട്, ഒരു മുഅ്മിൻ wudu എടുത്ത് ഖുർആൻ ഖുർആൻ ഓതിയാൽ മലക്ക് തന്റെ വായ് ആ മുഅ്മിന്റെ വായോട് ചേർത്ത് വെക്കുന്നതാണ്. ഒരു മുഅ്മിൻ മിസ്വാക്ക് ചെയ്ത് wudu എടുത്ത് ഖുർആൻ ഓതിയാൽ മലക്ക് തന്റെ വായിനെ ആ മുഅ്മിന്റെ വായോട് ചേർത്ത് വെക്കുന്നതാണ്. അത്രയും അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ നമ്മൾ ഇനി മുന്നോട്ട് ദിവസേന അല്പസമയം അതിനുവേണ്ടി കണ്ടെത്തണം. സഹോദരന്മാരെ, ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത് വെറും ഓതാൻ വേണ്ടി മാത്രമല്ല. ഇന്ന് ഖുർആൻ എന്ന് പറഞ്ഞാൽ മരണ വീട്ടിലും ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പാരായണം ചെയ്യുന്ന കിതാബായി മാറി. അതിനല്ല അല്ലാഹു തആല ഇറക്കിയത്. പാരായണം ചെയ്യൽ ശ്രേഷ്ഠമായ കാര്യമായതുപോലെ ഖുർആൻ നമ്മൾ പഠിക്കുന്നവരായി മാറണം. കുറഞ്ഞ സമയങ്ങൾ കണ്ടെത്തി എന്താണ് എൻ്റെ റബ്ബിനോട് പറയുന്നത്. നമുക്കൊരു രാഷ്ട്രപതി ഒരു മെസ്സേജ് അയച്ചു, ഒരു കത്തയച്ചു, നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ഉടനെ അറിയുന്ന ആളടുക്കൽ പോയി ഇത് മനസ്സിലാക്കും. രാഷ്ട്രപതി അയച്ചൊരു കത്താണ്, രാഷ്ട്രപതി അയച്ചൊരു മെസ്സേജാണ്. അള്ളാഹു നമ്മളിലേക്ക് അയച്ചൊരു മെസ്സേജാണ് ഖുർആൻ. നീ എങ്ങനെയാകണം, ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നിന്നിൽ, അള്ളാഹുവിന്റെ മെസ്സേജാണ്. അത് നമ്മൾ പഠിക്കുന്നവരാകണം. അതിന് അല്പ സമയം കണ്ടെത്തി ദിവസേന ഖുർആൻ പഠിക്കണം. ഖുർആൻ അള്ളാഹു ഇറക്കിയത് ഖത്തം തീർക്കാൻ വേണ്ടി മാത്രമല്ല, ഖുർആനിലായി നമ്മുടെ ജീവിതം ഖത്തം തീരണം. ഖുർആനിലായി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാൻ സാധിക്കണം. റമദാൻ നമ്മൾ പരിശീലിച്ച മറ്റൊരു കാര്യം, നാം റമദാൻ മാസത്തിൽ തിന്മകളിൽ നിന്ന് അകന്നു നിന്നു, നാം പാപങ്ങളിൽ നിന്ന് അകന്നു നിന്നു. നാം നമ്മുടെ മീഡിയകൾ പലതും നമ്മൾ ഒഴിവാക്കി. നമുക്ക് മൊബൈലിൽ പലതും ഉണ്ടായിരുന്നു. റമദാനായി ഇതൊന്നും വേണ്ട എന്ന് മനഃപൂർവ്വം ചിന്തിച്ചു. നമ്മുടെ ഫേസ്ബുക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും നമ്മുടെ വാട്സപ്പും എല്ലാം നമ്മൾ നിശ്ചയിച്ചു, വേണ്ട റമദാനാണ്, ഒഴിവാക്കി. പരമാവധി ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചു. സഹോദരന്മാരെ, ഇതുപോലെ ഇനി മുന്നോട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയും എല്ലാ തിന്മകളിൽ നിന്ന് നാം ഒഴിവായി നിൽക്കുകയും ചെയ്യണം. റമദാൻ കഴിയുമ്പോൾ ശൈത്താൻ വരും, നമ്മളെ വലിയ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആദ്യം ചെറിയ ചെറിയ തെറ്റുകളിലേക്ക് നമ്മൾ പ്രേരിപ്പിക്കും. നബികൾ പറഞ്ഞു, ആയിഷ ഇയ്യാകി വൽ മുഹഖിറാത്തി സുനൂബ് ഫഇന്ന ലഹാ മിനല്ലാഹി താലിബ. ആയിഷ, ഒരു തെറ്റിനെയും നീ അതിനെ ചെറുതായി കാണരുത്. തെറ്റ് ചെറുതായിരിക്കും അതിന്റെ കണ്ണിന്റെ മുന്നിൽ. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഫഇന്ന ലഹാ മിനല്ലാഹി താലിബ, നിന്റെ റബ്ബ് ചോദിക്കും നിന്നോട് ഓരോ തിന്മയെ കുറിച്ച് ചോദിക്കുന്നതാണ്. നബികൾ പറഞ്ഞു, ഒരു തെറ്റിനെ ചെറുതായി കാണരുത്. ഒരു യാത്രയിൽ സഹാബാക്കൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയമായി വിറകുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. സഹാബാക്കൾ ഓരോരുത്തരും ഓരോ വിറകിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടിയപ്പോൾ നബികൾ പറഞ്ഞു, ഇതുപോലെയാണ് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ. നിങ്ങൾ ഓരോരുത്തരും ഒന്നാണ് കൊണ്ടുവന്നത്. ഇതുപോലെ നമ്മൾ ചെയ്ത പാപം, കണ്ണുകൊണ്ട് ഒരു തെറ്റ് ചെയ്തു, ചെവി കൊണ്ട് ഒരു തെറ്റ് ചെയ്തു, നാവ് കൊണ്ട് തെറ്റ് ചെയ്തു, ഒരു ദിവസത്തെ ഒരു തെറ്റ് ചെയ്തു, രണ്ടാമത്തെ ദിവസം മറ്റു തെറ്റുകൾ കൂടി ധാരാളമാകും. അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ലാ കബീറത മഅൽ ഇസ്തിഗ്ഫാർ വലാ സഗീറത മഅൽ ഇസ്റാർ. ഒരിക്കലും വലിയ പാപമാണ് ചെയ്തത്, എന്നാൽ അതോടൊപ്പം ഇസ്തിഗ്ഫാർ ചെയ്താൽ, തൗബ ചെയ്താൽ അത് ചെറുത് തന്നെയാണ്. എന്നാൽ ചെറിയ തെറ്റ് നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റായി മാറുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളും എല്ലാ ഹറാമുകളും നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് സാധിച്ചു. ഈ റമദാനിൽ നാം തെളിയിച്ചു തെറ്റുകളിൽ മാറി നിൽക്കുക എന്നുള്ളത്. റമദാന് ശേഷവും നമ്മൾ ഓരോരുത്തരും ഇനി ഉറച്ചു നിൽക്കണം. എന്തെല്ലാം നഫ്സിന്റെ ക്ഷണം വന്നാലും, ശൈത്താന്റെ എന്തെല്ലാം പ്രേരണകൾ വന്നാലും, ഇല്ല, എൻ്റെ റബ്ബിന് വെറുപ്പുള്ള കാര്യമാണ്. തെറ്റ് ആരും ചെയ്യട്ടെ, എൻ്റെ കൂട്ടുകാർ മുഴുവൻ ചെയ്യട്ടെ, എൻ്റെ നാട്ടുകാരും എൻ്റെ കുടുംബവും ചെയ്യട്ടെ, ഞാൻ ചെയ്യില്ല, എൻ്റെ റബ്ബിന് വെറുപ്പുള്ള കാര്യമാണ് എന്നൊരു ഉറച്ച തീരുമാനത്തിൽ ഹറാമുകളെ, തിന്മകളെ നാം വെടിയാനുള്ള തീരുമാനമെടുക്കണം. സഹോദരന്മാരെ, ഇങ്ങനെ ജീവിച്ച് അവസാനം നമ്മുടെ ജീവിതം അന്ത്യം വരെ, മരണം വരെ കൊണ്ടുപോകണം. റമദാൻ അവസാനിക്കും, റമദാൻ മാസം വരും, അത് തീർന്നു പോകും. ശവ്വാല് വരും, അതും തീർന്നു പോകും. സഹോദരന്മാരെ, നമ്മൾ റമദാനിൽ ആരാധിച്ചത്, റമദാന് വേണ്ടി മാത്രമല്ല നമ്മൾ നമസ്കരിച്ചത്, നമ്മൾ അല്ലാഹുവിന് വേണ്ടിയാണ്. അവൻ ഹയ്യുൽ ഖയ്യൂമാണ്, എന്നും നിലനിൽക്കുന്നവൻ, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. നാം അല്ലാഹുവിന് വേണ്ടിയാണ് ആരാധിച്ചത്. അതുകൊണ്ട് റമദാനിൽ തീർന്നതിന്റെ പേരിൽ നമ്മുടെ ഒരു അമലും തീരുകയില്ല. നമ്മുടെ അമലുകൾ തീരുന്ന സമയം വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, മരണം വരുന്നതുവരെ വഅ്ബുദ് റബ്ബക, നീ റബ്ബിനെ ആരാധിക്കണം. മരണത്തിന്റെ ദിവസം നമ്മുടെ എല്ലാ അധ്വാനവും തീരും. പിന്നൊരു നമസ്കാരമില്ല, പിന്നൊരു തിലാവത്തില്ല, പിന്നൊരു നോമ്പില്ല, പിന്നൊരു അമലുമില്ല. ഈ അമലുകൾ മരണം വരെ ചെയ്താൽ മതി. എത്ര എളുപ്പമാണ്! മരണം വരെ കഷ്ടപ്പെട്ടാൽ മതി. പിന്നെ എല്ലാ പ്രയാസവും അവസാനിച്ചു. യാ ഫാത്തിമ ലാ കർബ അലാ അബീകി ബഅദ ഹാദൽ യൗം, നിബിതങ്ങൾ മരണസമയത്ത് പറഞ്ഞു, മോളെ ഫാത്തിമ, നിന്റെ വാപ്പയുടെ എല്ലാ ബുദ്ധിമുട്ടും ഇത് അവസാനിക്കുന്നു. മരണം മുഅ്മിനിന്റെ എല്ലാ പ്രയാസവും അവസാനിക്കാൻ അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് ഒരു മാസം നമ്മൾ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് പരിശ്രമിച്ചു. പെരുന്നാൾ വരുന്നു, പെരുന്നാളിന്റെ സന്തോഷം വരുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതം മുഴുവൻ പരിശ്രമിച്ച് അധ്വാനിച്ചു. പെരുന്നാൾ വരുന്നത് പോലെ മരണം നമ്മുടെ പെരുന്നാളായി മാറണം.
ഒരു മുഅ്മിനിന്റെ റമദാൻ കഴിയുമ്പോൾ പെരുന്നാൾ ആഗതമാകുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസം, മരണത്തിന്റെ ദിവസം നമ്മുടെ പെരുന്നാളായി മാറണം. അനസ് ബിൻ മാലിക് റഹിമഹുല്ലാഹ് പറയുമായിരുന്നു, ഫൽ യൗമുൽ ലദി യഖ്റുജു മിനദ് ദുനിയാ ബിൽ ഈമാൻ ഫഹുവ യൗമു ഈദ്. മുഅ്മിനിന്റെ യഥാർത്ഥ ഈദ് പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഫൽ യൗമുൽ ലദി യഖ്റുജു മിനദ് ദുനിയാ ബിൽ ഈമാൻ. മുഅ്മിൻ ഈമാനോടുകൂടി പരിശുദ്ധ കലിമ പറഞ്ഞ് യഥാർത്ഥ മുഅ്മിനായി മരിക്കുന്ന ദിവസം നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ദിവസമാണ്. ആ ദിവസമാണ് ഒരു മുഅ്മിന്റെ യഥാർത്ഥ പെരുന്നാൾ. ഇന്ന് നമ്മൾ പൂശുന്ന സുഗന്ധത്തിന്റെ അതിന്റെ സുഗന്ധം തീർന്നു പോകും. നമ്മൾ ധരിക്കുന്ന പുതുവസ്ത്രത്തിന്റെ പുതുമ തീർന്നു പോകും. നമ്മുടെ സന്തോഷങ്ങൾ അവസാനിക്കും. നമ്മുടെ ഭക്ഷണത്തിന്റെ രുചികൾ അവസാനിക്കും. എന്നാൽ മുഅ്മിനിന്റെ പെരുന്നാൾ അതിന്റെ സുഗന്ധം തീരുകയില്ല. ധരിപ്പിക്കുന്ന വസ്ത്രം നശിക്കുകയില്ല. അവന്റെ സന്തോഷം തീരുകയില്ല. അതുകൊണ്ട് നമ്മുടെ മരണം അത് പെരുന്നാളായി മാറണം. മുൻഗാമികളെ പോലെ മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ലാഹ് മരണസമയമായി അദ്ദേഹം പറയുന്നു, മർഹബൻ ബി മലായികതി റബ്ബി, മർഹബൻ ബി മലായികതി റബ്ബി. മലക്കുകളെ കണ്ടുകൊണ്ട് മലക്കുകളുടെ മുഖത്തേക്ക് നോക്കി മരണത്തിന്റെ ജീവിതത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹം പറയുകയാണ്, മർഹബ, വരിൻ വരിൻ വരിൻ, സ്വാഗതം, എന്റെ റബ്ബിന്റെ മലക്കുകൾക്ക് സ്വാഗതം. എത്രയോ മുഅ്മിനീങ്ങളുടെ മരണങ്ങൾ കാണാം. അവരുടെ മരണം പെരുന്നാളായിരുന്നു. ആമിർ ബിൻ അബ്ദുല്ല ഒരു മഹാനായിരുന്നു. അദ്ദേഹം രോഗിയായി കിടപ്പിലായി. മഗ്രിബിന് സമയം അടുത്തു. അദ്ദേഹം തന്റെ കുടുംബക്കാരെ പറഞ്ഞു, ഇന്ന് എണീപ്പിക്കിൻ, ഇന്നൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകിൻ. കുടുംബക്കാർ പറഞ്ഞു, നിങ്ങൾ രോഗിയാണ്, എങ്ങനെ പള്ളിയിലേക്ക് പോകും? നിങ്ങൾക്ക് ഉദറുണ്ട്, പോയി, നിങ്ങൾ കുഴപ്പമില്ല. ഇല്ല, ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അങ്ങനെ ഉത്തരം കൊടുക്കാതിരിക്കും. അവർ ചുമന്ന് അദ്ദേഹത്തെ പള്ളിയിൽ കൊണ്ടുപോയി. അദ്ദേഹം നമസ്കരിച്ചു. ആദ്യത്തെ റക്അത്ത് പൂർത്തിയാക്കി. രണ്ടാമത്തെ റക്അത്തിൽ അദ്ദേഹം നമസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിലേക്ക് യാത്രയായി. സഹോദരന്മാരെ, പെരുന്നാളായി മാറി. സത്യത്തിൽ അതാണ് പെരുന്നാൾ പറയുന്നത്. ജീവിതം അവർ അധ്വാനിച്ചു, മരണം അവിടെ പെരുന്നാളായി മാറി. അബൂ സറഅ എന്ന വലിയ മുഹദ്ദിസ് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുന്നു. അദ്ദേഹം മരണത്തിന്റെ അവസാന സമയം ഇങ്ങനെ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത 2 ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അദ്ദേഹം അല്പം അബോധാവസ്ഥയിലാണ്. ശിഷ്യന്മാർ പറഞ്ഞു, മഹാനവറുകൾക്ക് എങ്ങനെ തൽക്കീൻ കെലിമ പറഞ്ഞു കൊടുക്കും? മരണപ്പെടുന്ന ആളുടെ മുന്നിൽ കെലിമ പറഞ്ഞു കൊടുക്കൽ സുന്നത്താൻ, എങ്ങനെ പറഞ്ഞു കൊടുക്കും? അദ്ദേഹം ഉസ്താദാൻ, ഷെയ്ഖാൻ, അദ്ദേഹം ഇമാമാണ്, മുഹദ്ദിസാൻ. ഒരാൾ ശിഷ്യൻ പറഞ്ഞു, നമുക്ക് ഹദീസിങ്ങനെ അതിന്റെ സനദുകൾ ഇങ്ങനെ പറയാം. അങ്ങനെ ഒരാൾ ഹദീസിന്റെ സനദ് പറയാൻ തുടങ്ങി. ഹദ്ദസന അബു ആസിം, ഹദ്ദസന ബുന്ദർ, ഹദ്ദസന, ഇങ്ങനെ ഹദീസിന്റെ റിവായത്തുകൾ പറയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത ശിഷ്യൻ അദ്ദേഹം വീണ്ടും പറഞ്ഞു, ഹദ്ദസന അബു ആസിം, ഹദ്ദസന ബുന്ദർ, ഇങ്ങനെ ഹദീസിന്റെ റിവായത്ത്, ഹദീസിന്റെ സനദ് ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ അദ്ദേഹം കണ്ണു തുറന്നു. ശിഷ്യന്മാരെ ഹദീസിന്റെ സനദ് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അദ്ദേഹം കണ്ണു തുറന്നു. ഇന്നൊന്ന് എണീപ്പിച്ച് ഇരുത്താൻ പറഞ്ഞു. അദ്ദേഹത്തെ ഇരുത്തി. അവരെവിടെയാണ് പറഞ്ഞ് നിർത്തിയത്? അവിടുന്ന് അദ്ദേഹം വീണ്ടും ഹദ്ദസന ബുന്ദർ എന്ന് പറഞ്ഞ് അദ്ദേഹം ഹദീസ് തുടങ്ങി. അൻ മുആദ് ബിൻ ജബൽ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബി തങ്ങളുടെ ഹദീസ് മുആദ് ബിൻ ജബൽ പറയുന്നു, നബി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യന്റെ മൻ കാന ആഖിറു കലാമി, ഒരുവന്റെ ജീവിതത്തിന്റെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ, ഇത്രയും അദ്ദേഹം പറഞ്ഞു. ഹദീസിൽ അല്പം ബാക്കിയുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അദ്ദേഹം അല്ലാഹുവിലേക്ക് മടങ്ങി. സഹോദരന്മാരെ, ജീവിതം അവർ ജീവിച്ചു, പരിശ്രമിച്ചു. മരണം പെരുന്നാളായി മാറി. ഇതെങ്ങനെ സാധിക്കും? വെറുതെ ഇരുന്നാൽ സാധിക്കില്ല. ഒരു മാസം പരിശ്രമിച്ചാൽ പോരാ. കമാ തഈശൂന തമൂതൂൻ വകമാ തമൂതൂന തുബഅസൂൻ. ഇതിനു വേണ്ടി നമ്മൾ ജീവിക്കണം. നമ്മൾ ഒരു മാസത്തെ പരിശ്രമം കൊണ്ട് മതിയാക്കരുത്. കമാ തഈശൂന തമൂതൂൻ. ജീവിതം എങ്ങനെയാണോ അങ്ങനെ മരിക്കാൻ സാധിക്കും. ഇവർ ജീവിച്ചു, അധ്വാനിച്ചു. അവരുടെ മരണം പെരുന്നാൾ ദിവസമായി മാറി. സഹോദരന്മാരെ, നമുക്കും ഇത് അവസരമാണ്. റമദാൻ വരും, റമദാൻ തീർന്നു പോകും. ഇനി മാസങ്ങൾ, ഇനിയും റമദാൻ വരും, തീർന്നു പോകും. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലക്ഷ്യം മരണം വരെയാണ്. മരണം നമ്മൾ ശരിയാകണം. അതിനുവേണ്ടി മരണം വരെ പരിശ്രമിക്കണം. ഏറ്റവും നല്ല അവസരം നമ്മുടെ മുന്നിൽ കിട്ടുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും കുറഞ്ഞ ദിവസങ്ങളെ ബാക്കിയുള്ളൂ. അള്ളാഹുനോട് ചോദിക്കുന്നതെല്ലാം അള്ളാഹു നൽകേണ്ടതാണ്. ദുആ കബൂലാകുന്ന സമയമാണ്. റമദാൻ കബൂലാക്കേണ്ട സമയമാണ്. ഇനി നമ്മൾ അവസാനത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ഈ ദിവസങ്ങൾ നാം പർച്ചേസിനും മറ്റുമായി കറങ്ങി നടന്നു നമ്മുടെ സമയങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ കബൂലിയത്ത് നഷ്ടപ്പെട്ടു പോകും. മനസ്സിലാക്കി നാം ഇനിയും കൂടുതൽ ഉത്സാഹത്തോടെ, ഉന്മേഷത്തോടെ അള്ളാഹുവിലേക്ക് തിരികെയും അമലുകൾക്ക് തിരികെയും ചെയ്യും. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.